നമസ്കാരം. ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒരു പൊൻ വിഷു കൂടി വന്നെത്തുകയാണ്. ഏവർക്കും അഗോയ വിഷൻ ചാനലിലേക്ക് സ്വാഗതം. 1200 ആണ്ട് മേടമാസം 1-ാം തീയതി 2025 ഏപ്രിൽ 14 തിങ്കളാഴ്ച. സൂര്യൻ കിഴക്കൻ ചക്രവാളത്തിൽ നേർരേഖയിൽ ഉദിക്കുമ്പോൾ വിഷു എത്തുകയായി. വിഷുവിനെ എങ്ങനെ വിഷുക്കണി ഒരുക്കാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഇതിൽ പലർക്കും, ഒരുപക്ഷെ എല്ലാവർക്കും വിഷുക്കണി ഒരുക്കേണ്ട രീതി അറിയുമായിരിക്കും. എന്നാലും എൻ്റെ ഒരു ഫാമിലിക്ക് എൻ്റെ അറിവ് നിങ്ങളിലേക്ക് പകർന്നു തരികയാണ്. അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. അറിയുന്നവർ ഇത് ചെയ്യണമെന്നില്ല, അവർക്ക് സ്കിപ്പ് ചെയ്ത് പോവാം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ എന്തായാലും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതിനോടൊപ്പം നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഉണ്ടാവണം. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. നമുക്ക് വിഷുക്കണി ഒരുക്കേണ്ടത് എങ്ങനെയെന്ന് നോക്കാം. ഇനി ഇതിൽ പറയുന്ന സാധനം ഇല്ലാച്ചിട്ട് നിങ്ങൾ ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല. ഉള്ളവർ ഉള്ള പോലെ ഒരുക്കുക എന്നുള്ളതാണ്. അത് ഇനി സാധനം ഇല്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇനി ഒരുക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള ആ ഒരു വിഷമമൊന്നും ആർക്കും വേണ്ട. നമ്മൾ എന്ത് കൊടുത്താലും ഭഗവാൻ സ്വീകരിക്കും. അത് ഇന്നതേ കൊടുക്കാവൂ എന്നൊന്നുമില്ല. നമ്മൾ പരമാവധി നമുക്ക് കഴിയുന്ന കാര്യങ്ങൾ കൊടുക്കുക. പഴയ കാലത്തൊന്നും ഇത്ര വിപുലീകരിച്ചിട്ടൊന്നും വിഷുക്കണി വെച്ചിരുന്നില്ല. നമ്മുടെ നാട്ടിലുള്ള ചക്ക, മാങ്ങ, അങ്ങനത്തെ മാമ്പഴം, അങ്ങനത്തെ വെള്ളരിക്ക, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ടായിരുന്നു കണി വെച്ചിരുന്നത്. ഇന്നിപ്പോൾ അത് പുരോഗമിച്ചപ്പോൾ പല പുറം നാടുകളിൽ നിന്നാണ് ഫ്രൂട്ട്സുകളൊക്കെ വരുന്നത്. അതൊക്കെ വെച്ചിട്ടാണ് ഇപ്പം ഇന്നത്തെ കണി ഒരുക്കല്. അപ്പൊ നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് നോക്കാം. ആദ്യമായിട്ട് നിലവിളക്ക് വേണം. ഒരു ഒട്ടുരുളിയാണ് വേണ്ടത്. ഉണങ്ങല്ലരി നെല്ല്. അത് ഉണങ്ങല്ലരി നെല്ലും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അക്ഷതായി. അക്ഷതം എന്നാ പറയാന്. ആ അക്ഷതം എന്ന് പറഞ്ഞാൽ ക്ഷയിക്കാത്തത് എന്നാണ്, അതായത് നശിക്കാത്ത ഒരു സാധനമാണ് അക്ഷതം. അപ്പൊ ഈ ഉണങ്ങല്ലരി നെല്ലും കൂടി ചേർത്ത് കഴിഞ്ഞാൽ മിശ്രിതത്തിന് അക്ഷതം എന്നാ പറയുക. അക്ഷതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്ഷയിക്കാത്തത് എന്നാ പറയുക. ഐശ്വര്യത്തിന്റെയാണത്. അതേപോലെ നാളികേരം ഒന്ന് വേണം. സ്വർണ്ണ നിറമുള്ള ഒരു വെള്ളരി. അതേപോലെ ചക്ക, മാങ്ങ, മാമ്പഴം. അതേപോലെ കദളിപ്പഴം, വാൽക്കണ്ണാടി. അതില്ലെങ്കിൽ ആറന്മുള കണ്ണാടി ഉള്ളവർക്ക് അതും സ്വീകരിക്കാം. കണിക്കൊന്ന, കൃഷ്ണവിഗ്രഹം, എള്ളെണ്ണ. വിളക്കെണ്ണ പാടില്ല കേട്ടോ. വിളക്കെണ്ണ ഒക്കെ വേസ്റ്റ് ആണ്. അത് ഉപയോഗിച്ചിട്ട് ആരും കണി വെക്കരുത്. കണിക്ക് നിലവിളക്ക് കൊടുത്താൽ ഉപയോഗിക്കരുത്. നല്ല എള്ളെണ്ണ മേടിക്കുക. ശുദ്ധമായ എള്ളെണ്ണ വാങ്ങിക്കുക കടയിൽ നിന്ന് പോയിട്ട്. അതേമാതിരി തിരി, കോടിമുണ്ട്, ഗ്രന്ഥം. ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ രാമായണ ആവ, അങ്ങനെയുള്ള ഗ്രന്ഥങ്ങള്, ദേവി മഹാത്മ്യ ആവ, നാണയം, സ്വർണം, കുങ്കുമം, കൺമഷി, വെറ്റില, അടയ്ക്ക. അതുപോലെ ഓട്ടുകിണ്ടി, കുറച്ച് ഒരു മൊന്തയില് വെള്ളം, കിണ്ടിയിലോ മൊന്തയിലോ ഏതെങ്കിലും ചെറിയ പാത്രത്തിൽ കുറച്ച് വെള്ളം. കണി ഒരുക്കുന്നതിന് ചില ചിട്ടകളുണ്ട്. പ്രാദേശികമായി ചില ഭേദഗതികളൊക്കെ ഉണ്ടാവാം. എന്നാൽ കൃത്യമായ ചിട്ടയിൽ കണി ഒരുക്കേണ്ടതാണ്. ഓരോ വസ്തുവും സത്വ, രജ, തമോ ഗുണമുള്ളവയാണ്. കണി ഒരുക്കാൻ സത്വഗുണമുള്ളവയെ നമ്മൾ ഉപയോഗിക്കാവൂ. വൃത്തിയും ശുദ്ധിയോടുകൂടിയുള്ള നിലവിളക്കേ ഉപയോഗിക്കാവൂ. നല്ല തേച്ച് വൃത്തിയാക്കിയതേ പാടുള്ളൂ എന്നർത്ഥം. ഓട്ടുരുളിയിൽ കണി ഒരുക്കണം. ഓട്ടുരുളി നല്ല വൃത്തിയായി തേച്ച് വൃത്തിയാക്കണം. പകുതിയോളം നെല്ലും അരിയും ചേർത്ത മിശ്രിതം നിറയ്ക്കണം. ഒരു നാളികേരം വെട്ടി 2 മുറികൾ വെക്കണം. ചില ഇടങ്ങളിൽ ഈ നാളികേര മുറിയിൽ തിരിയിട്ട് കത്തിക്കുന്ന പതിവുണ്ട്. മറ്റു ചിലയിടങ്ങളിൽ അക്ഷതം കിഴി കെട്ടിയിട്ട് ആ കിഴി കത്തിക്കുന്ന പതിവുണ്ട്. ചില സ്ഥലങ്ങളിൽ എള്ള് കെട്ടിയിട്ട് കിഴി കെട്ടിയിട്ട് കത്തിക്കുന്ന പതിവുണ്ട്. ഇത് അതാത് പ്രാദേശികമായിട്ട് ഉപയോഗിക്കുന്നവർക്ക് അങ്ങനെ ഉപയോഗിക്കാം. അതിൽ വെക്കേണ്ടതായിട്ട് സ്വർണ്ണ നിറമുള്ള കണിവെള്ളരിയാണ് വെക്കേണ്ടത്. പിന്നീട് ചക്ക, മാങ്ങ, കദളിപ്പഴം എന്നിവയാണ് വെക്കേണ്ടത്. ചക്ക ഗണപതിയുടെ ഇഷ്ടഭക്ഷണമാണെന്നാണ് വിശ്വാസം. മാങ്ങ സുബ്രഹ്മണ്യന്റെയും കദളിപ്പഴം ഉണ്ണിക്കണ്ണനും പ്രിയമാണ്. ഇത്രയുമായാൽ വാൽക്കണ്ണാടി വെക്കാം. വാൽക്കണ്ണാടിക്ക് ഭഗവതിയുടെ സ്ഥാനമാണ്. കണിക്കൊപ്പം സ്വന്തം മുഖം കാണാൻ കൂടി വേണ്ടിയാണ് വാൽക്കണ്ണാടി വെക്കുന്നത്.
ഇനി കൃഷ്ണ വിഗ്രഹം ഇതിനടുത്ത് വയ്ക്കാം. എന്നാൽ ദീപപ്രഭ മൂലമുള്ള ഒരു നിഴലും വിഗ്രഹത്തിൽ പതിക്കരുത് എന്നാണ് വിശ്വാസം. തൊട്ടടുത്ത താലത്തിൽ കോടിമുണ്ടും നാണയങ്ങളും സ്വർണവും വയ്ക്കാം. കുങ്കുമച്ചെപ്പും കൺമഷിക്കൂട്ടും ഇതിനൊപ്പം വെക്കുന്നവരുണ്ട്. നാണയത്തുട്ടുകൾ വെറ്റിലയ്ക്കും അടയ്ക്കും ഇടയിൽ വെക്കണം എന്നാണ് പറയുന്നത്. ലക്ഷ്മിയുടെ പ്രതീകമാണ് സ്വർണ നാണയങ്ങൾ. ഗ്രന്ഥം സരസ്വതിയെ കുറിക്കുന്നു. പച്ചക്കറി വിത്തുകൾ വെക്കുന്നത് നല്ലതാണ്. കണി കണ്ട ശേഷം വിത്തുകൾ വിതയ്ക്കുന്ന പതിവ് ചിലയിടങ്ങളിൽ ഇപ്പോഴുമുണ്ട്. ഓട്ടുകിണ്ടിയിൽ വെള്ളം നിറച്ചു വെക്കേണ്ടതാണ്. ജീവന്റെയും പ്രപഞ്ചത്തിന്റെയും ആധാരമായ വെള്ളം തൊട്ട് വേണം നമ്മൾ കണി കാണാൻ. ഒരു കൊല കണിക്കൊന്ന പൂവ് വെക്കണം. ഈ കണിക്കൊന്ന പൂവിന്റെ ഇതളെടുത്ത് കിണ്ടിയിലെ വെള്ളത്തിൽ തൊട്ടാണ് കണി കാണേണ്ടത്. കണ്ണിൽ നനച്ചാണ് കണി കാണേണ്ടത്. ആവണപ്പലകയാണ് ആദ്യം വെക്കേണ്ടത്. അതിന്റെ മേലെ പീതാംബരപ്പട്ട് അഥവാ മഞ്ഞപ്പട്ട്, ഇങ്ങനൊരു മഞ്ഞപ്പട്ട് വിരിച്ചാണ് കൃഷ്ണ വിഗ്രഹം ഈ മഞ്ഞപ്പട്ടിൽ വെക്കണം. ഈ മഞ്ഞൾപ്പട്ടിൽ വെച്ച് ഇതിന് മുന്നിലായിട്ടാണ് നമ്മുടെ ഓട്ടുരുളിയും മറ്റ് ദ്രവ്യങ്ങളും വെക്കേണ്ടത്. താലം, ഓട്ടുരുളി, അതുപോലെ തന്നെ ഈ ഓട്ടുരുളിയിൽ അക്ഷരം നിറച്ച് പഴവർഗ്ഗങ്ങൾ ഒക്കെ ഇവിടെ വെക്കണം. കണിവെള്ളരി, ചക്ക, മാങ്ങ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇവിടെ വെച്ചിട്ട് ആണ് ഇതിന് മുന്നിലാണ് നിലവിളക്ക് കൊളുത്തേണ്ടത്. ഏറ്റവും മുന്നിലായിട്ട് നിലവിളക്ക് കൊളുത്തണം. ഇത്രയുള്ളൂ, പ്രത്യേകിച്ചൊന്നുമില്ല. ബ്രഹ്മമുഹൂർത്തത്തിൽ കണി കാണണം എന്നാണ് പറയുന്നത്. കണി കണ്ട ശേഷം ഉറങ്ങാൻ പാടില്ല. അതുപോലെ ഈ വർഷത്തെ വിഷുവിൻ്റെ നല്ല ഗുണങ്ങൾ അടുത്ത വർഷം വരെ ഉണ്ടാകുമെന്നാണ് വിശ്വാസം. അതുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നല്ലൊരു വിഷു നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം. അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ അതിന് മുന്നോടിയായി നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോട് ബെല്ലൈക്കനും കമൻറ്റും രേഖപ്പെടുത്തുക. നിങ്ങൾക്കെല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.